TMC ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരും. 10 മന്ത്രിമാരെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മിനിസ്റ്റേഴ്സ്, വാട്ട് എവർ MPs you required, you give me the details. കേരളത്തിൽ പരിചിതമായ രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിശക്തമായി സംസാരിക്കുന്ന MP മാരുണ്ട്. അവർ വരും പ്രചരണത്തിന്. They are ready to support us. ഇതൊക്കെ നിൽക്കുമ്പോഴും എന്താ അറിയോ, നമ്മൾ ലക്ഷ്യം വെച്ചൊരു സംഗതിയുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുക. അപ്പൊ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനി സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനോടും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഞാനിത് പ്രചരിപ്പിക്കാൻ പോലില്ല. ബഹുമാനപ്പെട്ട K. സുധാകരൻ മിനിയാന്ന് കണ്ട വിവരം ഞാൻ നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിരന്തരമായി ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ നോക്കൂ നിങ്ങൾ, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീണ്, KPCC ജനറൽ സെക്രട്ടറി ജയന്ത്, CMPയുടെ നേതാവ് നമ്മുടെ MVR ഹോസ്പിറ്റലിന്റെ ചെയർമാനായ ദാസേട്ടൻ ഇന്നലെ ഇവിടെ വന്നല്ലോ ഉച്ചക്ക്, നിങ്ങൾ കണ്ടതാണല്ലോ. അവരൊക്കെ എന്തിനാ വരുന്നത്? അവർക്ക് എന്താ പറയാ, ആ കോൺഗ്രസിനോടുള്ള സ്നേഹവും വ്യക്തിപരമായി എന്നോടുള്ള ബന്ധവും UDF ഇവിടെ വരണം എന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. പ്രവീൺ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ DCC ഓഫീസാണ്. നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങൾ 5-8,000 കോടി രൂപ കോൺഗ്രസ്സുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ച് ഇങ്ങനെ ഒരു DCC ഓഫീസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ജനകീയനായ നേതാവാ, ജനങ്ങളുടെ ഇടയിൽ ജയിക്കുന്നവനാ. ഒപ്പത്തിനൊപ്പം ജയന്തുണ്ട്, KPCC ജനറൽ സെക്രട്ടറി. ഇവരൊക്കെ വർക്ക് ചെയ്ത് ഇവർ വന്ന് പോയി. നമ്മൾ വല്ലതും പറഞ്ഞോ? അവർ സുഹൃത്ത് സംഭാഷണത്തിൽ വന്ന K. മുരളീധരൻ 10 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ട്. പാവം, നിങ്ങൾ സൈക്കി, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇന്നലെ 2 പ്രാവശ്യം കണ്ടു. ഞാൻ വൈകുന്നേരം വഹാബ് MP വീട്ടിൽ വെച്ച് കണ്ടു. പ്രയാസമുണ്ട് അവരിത് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കൂടി കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കും. മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനോട് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പരിഹാരം, മാന്യതയൊന്നും വേണ്ട. നമ്മൾ അഴിച്ചുവിട്ട മുണ്ടും ഷർട്ടൊക്കെ ഉണ്ടല്ലോ, നഗ്നനായി നടക്കാണല്ലോ PV എന്ന്, അതൊന്നും ഉടുക്കാൻ. അപ്പൊ നോക്കാം നമുക്ക്. അല്ല, ഈ കാര്യമൊക്കെ പറഞ്ഞില്ലേ എൻ്റെ പൊന്നരുണെ, കത്തടക്കം കൊടുത്തില്ലേ? നീ എന്താ നിലപാട് വ്യക്തമാക്കാൻ എന്താ ബാക്കി? ഞാൻ മലയാളം ഇപ്പൊ ഈ പറഞ്ഞത്. ഏത് മുന്നണിയില്? അതിനല്ല കത്ത് കൊടുത്ത് കാത്തു നിൽക്കണ മാഷേ. ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹത്തെ ആണല്ലോ UDF ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നോട് സംസാരിക്കാൻ. അപ്പം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച കാര്യം പുറത്തു പറയണ്ടേ? അതിനാണല്ലോ അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യാനാണല്ലോ അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഈ നിമിഷം വരെ ഇല്ലല്ലോ. ഒരുപാട് പേര് മണ്ഡലത്തിലുണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, നിലമ്പൂരിൽ അതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, മറ്റന്നാൾ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അതിലെ തീരുമാനം, അതിൻ്റെ മുമ്പ് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. കേസിൽ പ്രതീക്ഷയുണ്ട്. കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിനൊരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇല്ല, ഈ വിഷയവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോൾ ശ്രമിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുള്ളൂ. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ എനിക്കൊരു പ്രയാസമില്ല. ഇപ്പൊ ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് ആവുന്നത്. KCയുടെ കൂടെ 5 വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റാണ്. അദ്ദേഹം KSU സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് KSU എന്താ പറയുക, മമ്പാട് കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല, ഇവരോടൊക്കെ ഉള്ള നല്ല സൗഹൃദം ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ.
എനിക്ക് എന്താ പറയുക, പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വളരെ കുറവാണ്. കാരണം അദ്ദേഹം 2001 MLA ആയിട്ട് വരുന്നത്. നമ്മൾ 2004, 2005 കൂടിയിട്ട് എന്തായി, DICയും ബാക്കിയുള്ളതായിട്ട് അവിടുന്ന് വരുന്നുണ്ട്. അപ്പം 80 തൊട്ട് 2001 വരെയല്ലേ 20 കൊല്ലത്തെ ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളാണ്. അന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം 2001 തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് പ്രധാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും എന്തായി, നമ്മൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അല്ല, അതിനി UDF തീരുമാനിക്കണ്ടേ, നമുക്ക് നോക്കാം. വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യം, UDF-നും അതുപോലെ തന്നെ ആര്യാടത്തും പിന്തുണ പ്രഖ്യാപിക്കട്ടെ, മത്സര പിന്തുണ പ്രഖ്യാപിക്കട്ടെ. അപ്പോൾ അതിനുശേഷം മുന്നണി പ്രവേശനമായി അല്ല, അത് ഞാൻ KCA സംസാരിക്കട്ടെ. ഇപ്പം രമേശ് ചെന്നിത്തലയും കേസ് ബാലനടക്കം നിരന്തരം സംസാരിക്കുന്നു പറയുന്നു. അപ്പോൾ പലതവണ ഈ കത്ത് കൊടുത്തു, സംസാരിച്ചു, ഈ നിലപാട് വ്യക്തമാക്കാൻ വി ഡി സതീശനോട്. അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് തീരുമാനമായിട്ട് തോന്നുന്നുണ്ട്. UDF ഒരു തീരുമാനമല്ലാന്ന് തോന്നുന്നുണ്ട്. ആര്? വി ഡി സതീശൻ പറയുന്നില്ല. അല്ല, അതിനെ പറ്റിയൊന്നും ഞാൻ പറയാനില്ല. എനിക്ക് ഇനി ബഹുമാനപ്പെട്ട KCA കണ്ടതിന് ശേഷമേ അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുള്ളൂ. KCA-യുടെ തീരുമാനം വരുന്നവരെയും താങ്കൾ മത്സരിക്കാൻ സാധ്യത നിൽക്കുകയാണ്. അല്ല, മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ഈ തൃണമൂൽ ദേശീയ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തൃണമൂൽ ദേശീയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവരെ രക്ഷയാക്കുന്നത് എന്നുള്ള ബുദ്ധിമുട്ട്. ആ ഒരു സാഹചര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ പരിഹരിക്കാൻ പറ്റും. അത് KCA സംസാരിക്കാമല്ലോ. അതാണല്ലോ ഇപ്പം ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ ഫോർവേഡ് ബ്ലോക്ക് അടക്കം പല സംഘടനകളും അപ്പുറത്ത് നിൽക്കുന്നതൊക്കെ ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ, അല്ലേ? എന്താണ്, ഒരു പ്രവാസി കോൺഗ്രസ് അടക്കം. അപ്പം അതിലും താഴെയാണോ PV Anwar? അതാണല്ലോ അതിൻ്റെ അടിസ്ഥാനം. മാർക്കറ്റിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ചെടുത്തനല്ലേ ഇതിന്, അല്ലേ? അതാണല്ലോ. ആയിക്കോട്ടെ, അങ്ങനെയാണോ ഞാൻ എന്ന് എനിക്ക് KCA-യോടൊന്ന് ചോദിക്കണ്ടേ. അങ്ങ് പ്രതീക്ഷിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് UDF-മായി സഹകരിപ്പിക്കാം എന്നൊരു പരസ്യമായ അനൗൺസ്മെന്റ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. അതൊക്കെ ഞാൻ ഇനി ആ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ KCA-യുമായി സംസാരിച്ചതിന് ശേഷമേ ഞാൻ അതിന്റെ മുകളിൽ തീരുമാനമെടുക്കും. 15-ാം തീയതി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിന്റെ ഒരു പ്രഖ്യാപന ഡിക്ലറേഷൻ നടത്താമെന്ന് വി ഡി സതീശന് ഉറപ്പ് നൽകിയെന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അതിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു വിശദീകരിക്കാൻ, അത് വിശദീകരിക്കേണ്ട ഘട്ടം ചിലപ്പോൾ വരും.